ഹലോ SLC മക്കളെ, അപ്പം നിങ്ങളുടെ ഇംഗ്ലീഷ് പരീക്ഷ ഇതാ വരികയാണ്. അപ്പോൾ ഏറ്റവും നിങ്ങൾ ഈ ഒരു നിമിഷത്തിൽ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് ടൈം മാനേജ്മെന്റ്. ഇതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ വർഷം പബ്ലിക് പരീക്ഷ, കഴിഞ്ഞ വർഷങ്ങളല്ല എല്ലാ വർഷവും പബ്ലിക് പരീക്ഷ കഴിഞ്ഞ് വരുന്ന ഇംഗ്ലീഷ് മക്കൾ പറയുന്നത്, ഇംഗ്ലീഷ് പരീക്ഷ കഴിഞ്ഞിട്ട് വന്ന് പറയുന്ന SLC മക്കളുടെ ഏറ്റവും കോമൺ ഡയലോഗാണ്, സാർ പരീക്ഷ പേപ്പർ എളുപ്പമായിരുന്നു, ക്വസ്റ്റ്യൻസ് എളുപ്പമായിരുന്നു, പക്ഷെ സമയം കിട്ടിയില്ല, തീർക്കാൻ സമയം കിട്ടിയില്ല. അപ്പൊ ഈ ഒരു കാര്യം എല്ലാവരും നേരിടുന്ന ഒരു പ്രശ്നമാണ്. നിങ്ങൾ തന്നെയാണെങ്കിലും മോഡൽ എക്സാം എഴുതി കഴിഞ്ഞ ശേഷം ക്രിസ്മസ് പരീക്ഷയ്ക്കും ഓണ പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് ഈ ഒരു പ്രശ്നം എപ്പോഴും വന്നിട്ടുണ്ടാവും, ശരിയല്ലേ? ഈ പ്രശ്നം വന്നവരാണെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യുക, സാർ ഈ പ്രശ്നം എനിക്കുണ്ടായിരുന്നു, യെസ് ഈ പ്രോബ്ലം എനിക്കുണ്ടായിരുന്നു, കമന്റ് ചെയ്യുക. അപ്പൊ ആ പ്രശ്നം എങ്ങനെ വരാതിരിക്കുക എന്നുള്ള കാര്യമായിരിക്കും ഈ വീഡിയോയിൽ ഞാൻ അടിപൊളിയായിട്ട് പറഞ്ഞുതരാൻ പോകുന്നത്. അതായത് ബെസ്റ്റ് ടൈം മാനേജ്മെന്റ്, സമയം എങ്ങനെ മാനേജ് ചെയ്യണം. നമുക്ക് വളരെ ലിമിറ്റഡ് സമയമുള്ളൂ. നമുക്ക് എത്ര സമയമാണ് എക്സാക്ട്ലി ഉള്ളത്? 2.5 മണിക്കൂർ എന്ന് പറഞ്ഞാൽ ഈ ഒരു സമയം ഈ പരീക്ഷാ പേപ്പർ കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്ത് 80 മാർക്കിൽ 80 മാർക്ക് നേടാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് ടൈം മാനേജ്മെന്റ് ആണ് പറഞ്ഞുതരാൻ പോകുന്നത്. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ടെൻഷനും ഇല്ലാണ്ട് റിലാക്സ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ പേപ്പർ നിങ്ങൾക്ക് കൃത്യമായിട്ട് തീർക്കാൻ പറ്റും. ഓക്കെ, ശരിക്കും പറഞ്ഞാൽ ഒരിക്കലും സമയമില്ലാത്ത അല്ലെ സമയം തരാത്ത ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എന്നുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ഇല്ല. നിങ്ങൾക്ക് 2.5 മണിക്കൂറിൽ എഴുതാനുള്ള കാര്യങ്ങളെ അവർ ചോദിക്കുന്നുള്ളൂ. പക്ഷെ പ്രശ്നം എന്ന് വെച്ചാൽ നിങ്ങൾ സമയം മാനേജ് ചെയ്യുമ്പോൾ വരുന്ന പ്രശ്നങ്ങളാണ്. നിങ്ങൾ ചിലപ്പോൾ എന്താ സംഭവിക്കുക, എപ്പോഴും 1 മാർക്കിന്റെ 2 മാർക്കിന്റെ ഒക്കെ ചോദ്യങ്ങൾ നിങ്ങൾ ആവശ്യമില്ലാണ്ട് കുറെ സമയം കളഞ്ഞ് 7 മാർക്കിന് 8 മാർക്കിന്റെ ചോദ്യങ്ങളൊക്കെ എഴുതി തീരാത്ത അവസ്ഥ വരുമ്പോഴാണ് നിങ്ങൾ പറയാൻ സമയമില്ല. അപ്പൊ അതെങ്ങനെ കൃത്യമായിട്ട് മാനേജ് ചെയ്യുന്ന പഠിച്ചു കഴിഞ്ഞാൽ ഒരു ബുദ്ധിമുട്ടുണ്ടാകുന്നില്ല. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? നല്ല ക്ലിയർ ആയിട്ട് മനസ്സിലാക്കണം. ഫസ്റ്റ് നമുക്ക് എന്ത് ചെയ്യണം? നിങ്ങൾ എല്ലാവരും ഉണ്ടാക്കുന്ന ഒരു പൊതുവെ ഒരു മിസ്റ്റേക്സ് കുറച്ച് ഉണ്ടാകും. ആ മിസ്റ്റേക്സ് എന്ത് ചെയ്യണം? നമുക്ക് അവോയ്ഡ് ചെയ്യണം. എന്തൊക്കെയാണ് മിസ്റ്റേക്സ്? ഫസ്റ്റ് മിസ്റ്റേക്ക്, നോട്ട് ഫെമിലറൈസിങ് വിത്ത് ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ. അപ്പൊ നിങ്ങൾക്ക് ഈ വർഷത്തെ മോഡൽ എക്സാം പേപ്പർ കിട്ടി. അപ്പോൾ ആ മോഡൽ എക്സാം പേപ്പറിന്റെ പാറ്റേൺ നിങ്ങളൊന്ന് മനസ്സിലാക്കണം. അതായത് എന്താണ് ആദ്യം വരുന്നത്? റീഡിംഗ് പാസേജ് ആണ്. ഓക്കെ, ചോദ്യങ്ങളൊക്കെ ഉണ്ട്, എല്ലാ ചോദ്യങ്ങളും ഉത്തരം കൊടുക്കണോ, ആൻഡ് ആൻസർ ദി ക്വസ്റ്റ്യൻസ് എല്ലാം വേണം. അതുപോലെ അടുത്ത് എന്താണ് വരുന്നത്? എവിടേക്കാണ് റീഡിംഗ് പാസേജ്? പിന്നെ എന്താണ് ഓർ ക്വസ്റ്റ്യൻസ്, ഓപ്ഷൻ ക്വസ്റ്റ്യൻസ് എവിടെയാണ് ഉണ്ടോ, എനി വൺ ഓഫ് ദ ഫോളോയിങ്. അപ്പൊ അതെങ്ങനെയാണ് ഇതിന്റെ ഒരു സംഭവം, എവിടെയൊക്കെ എന്തൊക്കെയാണ് ഉള്ളത് എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യണം? ഒന്ന് മനസ്സിലാക്കി വെക്കണം. അപ്പൊ ഇതുവരെ മോഡൽ എക്സാം പേപ്പർ പ്രോപ്പറായിട്ട് മറച്ച് നോക്കാത്തവരൊക്കെ ഇപ്പോൾ തന്നെ മോഡൽ എക്സാം പേപ്പർ എടുക്കുക, അതൊന്ന് മറച്ചു നോക്കുക, എങ്ങനെയാണ് ഇതിന്റെ പാറ്റേണും കാര്യങ്ങളൊക്കെ ഉള്ളതെന്നുള്ള കാര്യം നിങ്ങളൊന്ന് മനസ്സിലാക്കുക. എത്ര ചോദ്യങ്ങളൊക്കെയാണ് സാധാരണ ചോദിക്കാറ്, എവിടെയാണ് 7 മാർക്കിന്റെ ചോദ്യങ്ങൾ, എവിടെയാണ് 5 മാർക്കിന്റെ ചോദ്യങ്ങൾ, എവിടെയാണ് ഗ്രാമർ ഉള്ളത്, ആദ്യമാണോ അവസാനമാണോ, റീഡിംഗ് പാസേജ് എവിടെയാണുള്ളത്, പോയമിന്റെ എവിടെയാണ് ചോദ്യങ്ങളുള്ളത്, അതൊക്കെ നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കണം. കാരണം ഇത് നിങ്ങൾ ആദ്യം തന്നെ മനസ്സിലാക്കി വെച്ചാൽ പരീക്ഷാ പേപ്പറിൽ പോയി നിങ്ങൾ തപ്പേണ്ട ആവശ്യമില്ല. അയ്യോ ഗ്രാമർ എവിടെയാണ്, മറ്റേതെവിടെ, റൈറ്റിംഗ് സെക്ഷൻ എവിടെയാണ്, ഡിസ്കോഴ്സ് എവിടെ, മറ്റേതെവിടെയാണ്, ഇത് അങ്ങനെ ആലോചിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് അറിയാം ഏതാണ്ട് ഇവിടെ ആയിരിക്കും. പിന്നെ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടായി തന്നെ കുറച്ച് മാറ്റങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ. പിന്നെ ഓർ ക്വസ്റ്റ്യൻസ് എവിടെയാണ് വരിക, ഓർ ക്വസ്റ്റ്യൻസ് ഏതിൽ വരും, ഏതിൽ വരില്ല, എങ്ങനെയായിരിക്കും അതിനെ വരിക, എങ്ങനെയാണ് അവർ എഴുതി സൂചിപ്പിക്കുക എന്നൊക്കെ മനസ്സിലാക്കണം. ആദ്യം മോഡൽ എക്സാം പേപ്പർ ഒന്ന് പരിശോധിക്കുക. അത് ചെയ്യാത്തവർ ഇപ്പം തന്നെ ചെയ്യാം. ഓക്കെ, അങ്ങനെ തന്നെ കുറെ സമയം ലാഭിക്കാം. അല്ലെ നിങ്ങൾ പരീക്ഷാ പേപ്പറിൽ ആദ്യം കാണുമ്പോഴായിരിക്കും അയ്യോ എന്തത്, എവിടെ പോയി റൈറ്റിംഗ് സെക്ഷൻ, എവിടെ പോയി മറ്റേ സെക്ഷൻ എന്നൊക്കെ ആലോചിക്കും. ഫസ്റ്റ് കാര്യം. നെക്സ്റ്റ് കാര്യം, ഡിസ്കോഴ്സിന്റെ ഒന്നും ഫോർമാറ്റുകൾ അറിയില്ലെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അതായത് ന്യൂസ് റിപ്പോർട്ട് വന്നു, ന്യൂസ് റിപ്പോർട്ടിന്റെ ഫോർമാറ്റ് നിങ്ങൾക്ക് അറിയില്ല, അതിന് ആലോചിച്ചുകൊണ്ടിരിക്കുക ഫോർമാറ്റ് എന്താണ്. അപ്പൊ തന്നെ കുറെ സമയം പോയി. പിന്നെ ന്യൂസ് റിപ്പോർട്ട് എഴുതാനുള്ള സമയം, അതിന് വേണ്ടിയിട്ടുള്ള ഐഡിയാസും അത് പ്രോപ്പറായിട്ട് പ്രസന്റ് ചെയ്യാനുള്ള സമയം ഉണ്ടാവില്ല. അപ്പോൾ ഫോർമാറ്റുകളെല്ലാം കൃത്യമായിട്ട് പഠിക്കും. ന്യൂസ് റിപ്പോർട്ട് ആണെങ്കിൽ എന്താണ്, ഒരു ടൈറ്റിൽ വേണം, ക്യാച്ചി ആയിട്ടുള്ള പ്ലേസ് വേണം, വേണമെങ്കിൽ ഡേറ്റ് എഴുതാം, കുത്ത് എഴുതാം, എന്നിട്ട് എഴുതി തുടങ്ങി. ഇത്രയുള്ള അതിന്റെ ഫോർമാറ്റ്. അപ്പോൾ ലെറ്റർ റൈറ്റിങ്ങിന്റെ ഫോർമാറ്റ് അതൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഇനി മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ നമ്മുടെ ഒന്നെങ്കിൽ ഒരു ലൈവ് സെക്ഷനിൽ നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ട്, കാണാത്തവരാണെങ്കിൽ ഗ്രാമറിന്റെയും ഡിസ്കോഴ്സിന്റെയും ഒരു ലൈവ് സെക്ഷൻ ഓൾറെഡി പോയിട്ടുണ്ട്, അത് പോയി കാണാം. അതുകൂടാതെ നമ്മുടെ പ്ലേലിസ്റ്റ് നോക്കിയാൽ നിങ്ങൾക്ക് ഓരോന്നിന്റെയും ഫോർമാറ്റ് കാണാൻ പറ്റും. ഇംഗ്ലീഷ് പ്ലേലിസ്റ്റ് സെക്ഷനിൽ പോകാം, ഇംഗ്ലീഷ് പ്ലേലിസ്റ്റ് എടുക്കുക, എല്ലാത്തിനും ഫോർമാറ്റാണ്. ആ ഫോർമാറ്റ് നിങ്ങൾ അറിയില്ലെങ്കിൽ അവിടെ തന്നെ കുറേ സമയം, ഫോർമാറ്റ് അറിയേണ്ട വേഗം കാര്യങ്ങൾ എഴുതാം. നെക്സ്റ്റ്, വേസ്റ്റിംഗ് കൂൾ ഓഫ് ടൈം. കൂൾ ഓഫ് ടൈമിന്റെ സമ്പതിയും 15 മിനിറ്റ് കൂൾ ഓഫ് ടൈം കിട്ടും. ഇതിന്റെ ഒരു സംഗതി എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്കത് എന്തിനാണ്, ആ ക്വസ്റ്റ്യൻ പേപ്പർ മനസ്സിലാക്കാനും, ആ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് വായിച്ചു നോക്കാനും അത് മനസ്സിലാക്കാനും പറ്റുമെങ്കിൽ ചോദ്യങ്ങൾക്കൊക്കെ അവിടെ തന്നെ എന്ത് ചെയ്യണം, ഉത്തരം മനസ്സിൽ കണ്ടെത്താനും വേണ്ടിയിട്ടാണ് ഈ കൂൾ ഓഫ് ടൈം തരുന്നത്. ചിലർ എന്ത് ചെയ്യും, കുറച്ച് കൂളായതുകൊണ്ട് അവർക്ക് കൂൾ ഓഫ് ടൈമിനൊക്കെ ഇങ്ങനെ നോക്കിയിരിക്കാനും എന്താണ് ഇങ്ങനെ നോക്കിട്ട് കളി, അതൊക്കെയാണ് അവരുടെ താല്പര്യങ്ങൾ. അങ്ങനെ ചെയ്യരുത്. കൂൾ ഓഫ് ടൈമും കൂടെ നിങ്ങൾ എന്ത് ചെയ്യണം, യൂസ് ചെയ്യണം. അങ്ങനെ വരുമ്പോൾ ഈ പരീക്ഷ 2.5 മണിക്കൂറിന്റെ പരീക്ഷയല്ല, 2.25 മണിക്കൂറിന്റെ പരീക്ഷയായി മാറും. അപ്പൊ അതെങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞുതരാം. ഈ വീഡിയോയിൽ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു, ഡീറ്റെയിൽഡ് ആയിട്ട് മറ്റൊരു വീഡിയോയിൽ ഞാൻ കൂൾ ഓഫ് ടൈമിൽ എങ്ങനെ നിങ്ങൾ എന്ത് കൃത്യമായിട്ട് ചെയ്യണം എന്നുള്ള കാര്യം ഡീറ്റെയിൽ ആയിട്ട് വേറൊരു വീഡിയോ പറഞ്ഞുതരാം. ഈ വീഡിയോയിൽ ഇംഗ്ലീഷ് പരീക്ഷയ്ക്ക് കൂൾ ഓഫ് ടൈമിൽ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞുതരാം.
ക്ലിയർ ആണല്ലോ, മനസ്സിലായല്ലോ? ശരി. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ടൈം മാനേജ്മെന്റ് കാര്യം അവിടെ തീർന്നു. ഇനി കുറച്ച് എക്സ്ട്രാ പോയിന്റ്സ് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഈ മിസ്റ്റേക്സ് ഉണ്ടാക്കാതിരിക്കുക ഫസ്റ്റ്. അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്ത് നോക്കി. ഇതിൽ മിസ്റ്റേക്സ് നിങ്ങൾ ഉണ്ടാക്കാൻ പ്ലാൻ ഉണ്ടെങ്കിൽ, ഉണ്ടാക്കാൻ ചാൻസ് ഉണ്ടെങ്കിൽ അത് ഉണ്ടാക്കാതിരിക്കുക. ഇനി നമ്മുടെ പ്ലാനിലേക്ക് കിടക്കാം. ആക്ച്വൽ പേപ്പർ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്നുള്ളത്. ഓക്കെ, അപ്പം ഇതിൽ ഞാനൊരു പ്ലാൻ ഞാൻ പറഞ്ഞുതരും. പിന്നെ ഒബ്വിയസ്ലി ഇത് നിങ്ങൾ അതേപടി ഫോളോ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിലുള്ള മാറ്റങ്ങളൊക്കെ വരുത്താം. അത് എന്തൊക്കെ മാറ്റങ്ങൾ വരുത്താമെന്ന് ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് തന്നെ കൂൾ ഓഫ് ടൈം, 15 മിനിറ്റ് കൂൾ ഓഫ് ടൈം. പേപ്പർ കിട്ടുന്നു, 15 മിനിറ്റ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പേപ്പർ വായിക്കാം. ആൻസർ എഴുതി തുടങ്ങാൻ പറ്റില്ല, പക്ഷേ പേപ്പർ വായിക്കാം. ആ സമയത്ത് എന്ത് ചെയ്യണം, ഏറ്റവും ബെസ്റ്റ് എന്ന് വെച്ചാൽ ആ സമയത്ത് ട്രൈ ടു ഫിനിഷ് ദ റീഡിങ് സെക്ഷൻ. പേപ്പർ കിട്ടിക്കഴിഞ്ഞാൽ ഈ കൂൾ ഓഫ് ടൈമിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ റീഡിങ് സെക്ഷൻ അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യാം. കുറേ ആലോചിക്കുക, കുറേ നോക്കാനൊന്നും പോകേണ്ട ആവശ്യമില്ല. ഈ റീഡിങ് സെക്ഷൻ അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, കാരണം നിങ്ങൾക്ക് ഓൾറെഡി അറിയാം ക്വസ്റ്റ്യൻ പേപ്പറിന്റെ പാറ്റേൺ എങ്ങനെയായിരിക്കും ക്വസ്റ്റ്യൻസ് ഉള്ളത്, എവിടെയാണ് ക്വസ്റ്റ്യൻസ് ഓരോ ക്വസ്റ്റ്യൻസ് സെക്ഷൻ എവിടെയായിരിക്കും ഉണ്ടാവുന്നത് ഓൾറെഡി നിങ്ങൾക്ക് ഏതാണ്ട് ഒരു ധാരണ ഉണ്ട്. അപ്പോൾ നിങ്ങൾ കുറേ നോക്കാൻ നിൽക്കണ്ട. ഇനിയിപ്പോൾ നിങ്ങൾക്ക് സാർ എനിക്ക് നോക്കിയാൽ ധൈര്യമില്ല, എന്നാൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് പേപ്പർ തിരിച്ചു നോക്കുക. ഓക്കെ, ഇവിടെ ഇതുണ്ട്, അത്രയും മതി. ക്വസ്റ്റ്യൻസ് വായിക്കേണ്ട ആവശ്യമില്ല. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, 36 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഓക്കെ, സൂപ്പർ, അത്രയും മതി. നേരെ റീഡിംഗ് പാസേജ് വായിക്കാൻ തുടങ്ങാം. ഓക്കെ, റീഡിംഗ് പാസേജ് എങ്ങനെയാണ് വായിക്കേണ്ടത് എന്നുള്ള വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ല, കാണാം. ഓക്കെ, ആക്റ്റീവ് റീഡിംഗ് ചെയ്യുക. അതായത് ഐ വാസ് ഓൾമോസ്റ്റ് ബാക്ക് ഇൻ മൈ ക്ലാസ് റൂം വെൻ ഐ ഹേർഡ് വോയിസസ് റേസ്ഡ് അഗെയിൻസ്റ്റ് ഇൻ ആങ്കർ ആസ് ഇഫ് സം ഓക്കെ ഐ സ്റ്റോപ്പ്, ഞാൻ നിർത്തി. ഐ ഡിഡ്ന്റ് മീൻ ടു ഈവ് സ്റ്റോപ്പ് എന്ന് പറഞ്ഞാൽ ഓടിച്ച് കേൾക്കുക. ഐ ജസ്റ്റ് ഹെസിറ്റേറ്റഡ് നോട്ട് നോയിങ് വാട്ട് ടു ഡു. ഓക്കെ, ഞാൻ അങ്ങനെ ശങ്കിച്ചു നിന്നു, എന്ത് ചെയ്യാൻ അറിയാത്ത ആ രീതിയിൽ. അങ്ങനെ ആക്റ്റീവ് റീഡിംഗ് പറയാം. അത് എങ്ങനെ ചെയ്യണമെന്ന് അറിയില്ലെങ്കിൽ നമ്മുടെ റീഡിംഗ് പാസേജ് എങ്ങനെ ചെയ്യണം എന്നുള്ള വീഡിയോ കാണാം, വളരെ ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. അപ്പോൾ റീഡിംഗ് പാസേജ് നിങ്ങൾ വായിക്കുക, അതിൻ്റെ ചോദ്യങ്ങളും വായിക്കുക, അതിൻ്റെ ഉത്തരങ്ങൾ എളുപ്പമുള്ള ചോദ്യങ്ങളുടെ എങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക, അപ്പം കണ്ടുവെക്കണം. എഴുതി മാർക്ക് ചെയ്യണമെന്നൊന്നുമില്ല, നിങ്ങൾ മനസ്സിൽ കണ്ടുവെച്ചാൽ മതി എവിടെയായിരിക്കും ചോദ്യങ്ങളിൽ. അടുത്ത ചോദ്യം വായിക്കുക. അപ്പോൾ 5 മിനിറ്റൊക്കെ എടുക്കുള്ളൂ. ശരിക്കും പറഞ്ഞാൽ വൃത്തിക്ക് വായിക്കുകയാണെങ്കിൽ ഇങ്ങനത്തെ കുഞ്ഞ് പാസേജ് വായിക്കാൻ 5 മിനിറ്റ് എടുക്കുള്ളൂ. അടുത്ത പാസേജ് വായിക്കുക. ഓക്കെ, ഇപ്പോൾ പോയമാണ്, പോയം ജസ്റ്റ് വായിക്കുക, അതിൻ്റെ ചോദ്യങ്ങൾ പോയൊക്കെ ഓൾറെഡി നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും. ഓക്കെ, ഇന്ന് ക്വസ്റ്റ്യൻസ് വായിക്കുക, ആൻസർ എന്തായിരിക്കും എന്നുള്ള കണ്ടുവെക്കുക. ഇനിയുണ്ട് അതൊക്കെ എന്ത് ചെയ്യുക, ഇതെന്താണ്, ഇത് അപ്രീസിയേഷൻ ആണ്. അപ്പോൾ അത് ഇപ്പോൾ വായിച്ചിട്ട് കാര്യമൊന്നുമില്ല. ഇനിയും നോക്കുക, റീഡിംഗ് പാസേജ് ഇനിയും കിടക്കുന്നുണ്ട്, അത് അറിയാത്ത റീഡിംഗ് പാസേജ്, അൺസീൻ റീഡിംഗ് പാസേജ്, അൺനോൺ. അപ്പോൾ അത് വായിക്കുക, 5 മിനിറ്റ് എടുക്കുള്ളൂ. വീണ്ടും വലിയ പാസേജ് ആണെങ്കിൽ സിമ്പിൾ ആണ്, അതിൻ്റെ ആൻസേഴ്സ് ഒക്കെ കണ്ടുവെക്കുക. അപ്പോൾ 15 മിനിറ്റിൽ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ മാക്സിമം റീഡിംഗ് സെക്ഷൻ അവിടെ തന്നെ നിങ്ങൾക്ക് തീർക്കാം. കാരണം ആ സമയത്ത് നിങ്ങൾ റൈറ്റിംഗ് സെക്ഷൻ പോയി വായിച്ചിട്ട് കാര്യമില്ല. നിങ്ങൾ റൈറ്റപ്പിനെ പറ്റിയിട്ടും റൈറ്റപ്പിലെ ചോദ്യം എന്താണ്, ന്യൂസ് റിപ്പോർട്ടിൻ്റെ ചോദ്യം എന്താണെന്ന് നോക്കിയിട്ട് കാര്യമില്ല. നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. നിങ്ങൾക്ക് വേണം മനസ്സിൽ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കാൻ, പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. പിന്നെ ഗ്രാമർ ആദ്യം തന്നെ വായിച്ചാലും ബോധം കിടും. അപ്പോൾ ഒന്നും ചെയ്യാൻ പോകണ്ട. റീഡിംഗ് പാസേജ് എന്തായാലും ബുദ്ധിമുട്ട് വരില്ല, വെറുതെ വായിക്കാം, ആൻസർ കണ്ടെത്താം. എന്നിട്ട് ആ സമയം നിങ്ങൾ കൂൾ ഓഫ് ടൈം മാക്സിമം റീഡിംഗ് പാസേജ് യൂസ് ചെയ്യാം. എന്നിട്ട് പരീക്ഷ സ്റ്റാർട്ട് ചെയ്യുന്നു. ആദ്യത്തെ 20 മിനിറ്റ് കൊണ്ട് റീഡിംഗ് പാസേജിൻ്റെ ആൻസേഴ്സ് എഴുതി തീർക്കുക. റീഡിംഗ് പാസേജിന് തുടങ്ങുക. ഇത് വായിച്ചു കഴിഞ്ഞല്ലോ, നോക്കുക, എഴുതുക, തീർക്കുക, അടുത്ത ചോദ്യം ടിക്ക് ചെയ്യുക, ആൻസർ എഴുതുക, തീർക്കുക, അടുത്ത ചോദ്യം, അങ്ങനെ ചെയ്തു പോവുക. ഇനി ഇതിൻ്റെ ഇടയിൽ ഏതെങ്കിലും ചോദ്യം അറിയില്ല, സ്ഥലം വിടുക. 4ാമത്തെ ചോദ്യം സംശയം അറിയില്ല, സ്ഥലം വിടുക. വെറുതെ അവിടെ ചെയ്ത് സമയം വേസ്റ്റ് ചെയ്യണ്ട, കുറെ ആലോചിച്ച് സമയം വേണ്ട, നമുക്ക് വേറെ കാര്യങ്ങൾ ചെയ്യാണ്ട്. അപ്പോൾ അതാണ് എല്ലാവരും ഉണ്ടാക്കുന്ന ഒരു മെയിൻ മിസ്റ്റേക്ക്. ഇതറിയില്ല, അപ്പോൾ ഇത് തപ്പിക്കൊണ്ടിരിക്കും, യോ വേണ്ട, സ്ഥലം വിട്. 2 ലൈനോ 3 ലൈനോ 10 ലൈനോ എത്ര വേണം കിട്ടോ, ഒരു കുഴപ്പമില്ല, സ്ഥലം വിടുക. അല്ലാണ്ട് അവസാനം പോയിട്ട് 4ാമത്തെ ചോദ്യത്തിന് ആൻസർ എഴുതുന്ന ഒരു നല്ലൊരു നടപടിയല്ല. 1 2 5 1 2 3 5 4 അവസാനം എഴുതും, വേണ്ട, സ്ഥലം വിട്ടാൽ പോരെ. സ്ഥലം വേണം കുറച്ച് കൂടുതൽ വിട്ടോ, നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ 5 ലൈൻ വിട്ടോ, ഒരു 10 ലൈൻ വിട്ടോ, ഒരു കുഴപ്പമില്ല, ആരും പ്രശ്നം ഉണ്ടാക്കാൻ പോകുന്നില്ല, ഒരു ടീച്ചർ പ്രശ്നം ഉണ്ടാക്കാൻ പോകുന്നില്ല. ഓക്കെ, അപ്പോൾ വെറുതെ അവിടെ ഇവിടെയൊക്കെ കൊണ്ടുപോയിട്ട് എഴുതുന്നത് അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, മാർക്ക് പോകുന്നില്ല. പക്ഷെ കറക്റ്റ് ചെയ്യുന്ന ടീച്ചറിന് കുറച്ച് ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്ന ഒരു കാര്യമായിരിക്കും. അപ്പോൾ അത് ചെയ്യാൻ നിൽക്കണ്ട. ഓക്കെ, അടുത്തത് വേണം എഴുതാ. അറിയില്ല, ഇത് അറിയില്ല. വെൻ ഡിഡ് ഫാദർ പീറ്റർ ഗില്ലിഗൻ ഫോൾ അസ്ലീപ്? അയ്യോ, ഒന്നും മനസ്സിലാവുന്നില്ല, വിട്, സ്ഥലം വിട്, അടുത്ത എഴുത്. റൈം സ്കീം അറിയില്ല, സ്ഥലം വിട്, അടുത്ത എഴുത്, പരിപാടി തീർക്ക്. ഈ രീതിയിൽ നിങ്ങൾ റീഡിംഗ് സെക്ഷൻ അങ്ങോട്ട് തീർക്കുക. അപ്പോൾ സാർ ഇതിൻ്റെ ഇടയിൽ അപ്രീസിയേഷൻ വന്നല്ലോ, റീഡിംഗ് സെക്ഷൻ പിന്നെ കിടക്കുന്നത് ഇവിടെയാണ് റീഡിംഗ് പാസേജ്. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യണം, ഇതിനെന്ത് ചെയ്യണം? അപ്പോൾ 2 ഓപ്ഷൻ ഞാൻ പറഞ്ഞുതരാം. ഇപ്പം ഇതിൻ്റെ ഇടയിൽ കയറി അപ്രീസിയേഷൻ എഴുതാൻ പോകണ്ട, കാരണം റീഡിംഗ് സെക്ഷൻ തീർക്കുക. നമ്മൾ എന്തായാലും ആൻസർ കണ്ടുപിടിച്ചല്ലോ ആദ്യം തന്നെ, അപ്പോൾ തീർക്കുകയാണ് ഏറ്റവും ബുദ്ധി. ഓക്കെ, അപ്പം 9ാമത്തെ ക്വസ്റ്റ്യൻ വരെ എത്തിയിട്ട് 2 രീതി ചെയ്യാം. ഒന്നെങ്കിൽ 10, ഞാൻ സജസ്റ്റ് ചെയ്യുന്ന രീതി എന്താണെന്ന് വെച്ചാൽ 10 എന്ന് പറഞ്ഞ ചോദ്യം അപ്രീസിയേഷനാണ്, 5 മാർക്ക് ചോദ്യമാണ്. 5 മാർക്ക് ചോദ്യമാണ്, 1 പേജ്. നിങ്ങൾ എന്ത് ചെയ്യുക, 1 പേജ് മാക്സിമം, 1 പേജ് അല്ല 1.5 പേജ്. നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു 2 പേജ് വിട്ടോ, 2 സൈഡ് വിടുക.
10ാമത്തെ ചോദ്യത്തിന് ഒരു കുഴപ്പമില്ല. 11ാമത്തെ ചോദ്യം 7 മാർക്കിന് ചോദ്യമാണ്. വീണ്ടും ഒരു 2 പേജോ നിങ്ങൾ 2.5 പേജ് എഴുതാൻ പ്ലാനുള്ള ചോദ്യമാണ്. 2.5 പേജ് വിട്ടു, ഒരു കുഴപ്പമില്ല. 11ാമത്തെ ചോദ്യം. 12ന് 2 ഇതിൽ ഓർ ക്വസ്റ്റ്യൻ ആണ്, ഇനി 1 ആണ്. അപ്പോൾ ഏതെങ്കിലും ഒന്ന് എഴുതാൻ മതിയല്ലോ. അപ്പോൾ 2.5 പേജോ 2 പേജോ ഫുള്ളായിട്ട് വിട്ടു, ഒരു കുഴപ്പമില്ല. എന്നിട്ട് ഈ പാസേജിലേക്ക് വരാം. ഇതാണ് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത്. സ്ഥലം വിടുക, നല്ല സ്ഥലം വിട്ടോ, അപ്പോൾ പിന്നെ കുഴപ്പമില്ലല്ലോ. സ്ഥലം തികയാത്ത പ്രശ്നമൊന്നും വരില്ല. ഒരു ആൻസറിന്റെ ആദ്യം ഇവിടെ പകുതി മറ്റൊടത്ത് എഴുതാറുള്ള വെറുപ്പിക്കൽ പരിപാടിയാണ് കറക്റ്റ് ചെയ്യുന്ന ടീച്ചറിന്. അപ്പം അങ്ങനെ ചെയ്യാൻ നിൽക്കേണ്ട, സ്ഥലം നല്ലോണം വിട്ടോ. ഒരു പേജാണ് നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ 1.5 പേജ് വിട്ടോ, അല്ല 2 പേജ് വിട്ടോ, ഒരു കുഴപ്പമില്ല. 2 പേജ് വിട്ടോ, ഒരു പ്രശ്നം. അപ്പം പിന്നെ പ്രശ്നമൊന്നുമില്ലല്ലോ, അത് വിടാം. എന്നിട്ട് നിങ്ങൾ ഈ റീഡിംഗ് പാസേജ് ചേർക്കുക. അങ്ങനെ ആദ്യത്തെ 20 മിനിറ്റ് കൊണ്ട് റീഡിംഗ് പാസേജ് തീർക്കാൻ പറ്റും. കാരണം നിങ്ങൾ ഓൾറെഡി ആ 15 മിനിറ്റിൽ അത്യാവശ്യം റീഡിംഗ് പാസേജ് ഒക്കെ വായിച്ചിട്ടുണ്ടാവും. നീ വായിച്ചു കഴിഞ്ഞില്ലെങ്കിൽ അവിടെ വെച്ച് നിർത്തിയിട്ട് തിരിച്ചു വന്നിട്ട് 20 മിനിറ്റിൽ പറ്റുന്നത്രയും മാക്സിമം അറ്റൻഡ് ചെയ്യുക. റീഡിംഗ് പാസേജ് 20 മിനിറ്റ് തീർക്കാൻ നോക്കുക. ഈ 20 മിനിറ്റ് 25 മിനിറ്റ് ആയാലും അരമണിക്കൂറായാലും കുഴപ്പമില്ല. പക്ഷെ അരമണിക്കൂറിൽ തീർക്കണം. അരമണിക്കൂറിൽ എത്രയും തീർക്കാൻ പറ്റും അത്രത്തോളം തീർത്താൽ മതി. ബാക്കി ക്വസ്റ്റ്യൻസ് വന്നാൽ ഒരു കുഴപ്പമില്ല, അത്രത്തോളം തീർക്കാം. അപ്പോൾ റീഡിംഗ് സെക്ഷൻ കഴിഞ്ഞു. ഒബ്വിയസ്ലി ആൻസർ ആൻഡ് ലീവ് സ്പേസ്. അറിയാത്ത ചോദ്യത്തിന് സ്ഥലം വിട്ടിട്ട് നിങ്ങൾ അത് ക്വസ്റ്റ്യൻ പേപ്പറിൽ മാർക്ക് ചെയ്യാൻ പറ്റില്ല. ആൻസർ ഷീറ്റിന്റെ അവസാനം വല്ല ഇത് ഇന്ന ക്വസ്റ്റ്യൻസ് ഞാൻ ചെയ്തില്ല എന്നുള്ളവരും ഒന്ന് എഴുതി വെച്ചാൽ മതി. അവസാനം അത് കട്ട് ചെയ്ത് തരണം കേട്ടോ. ഓക്കെ, ക്ലിയർലി വർക്കിംഗ് കോളം ഉണ്ടാക്കുക. വർക്കിംഗ് കോളം എന്ന് പറഞ്ഞാൽ ചെറിയ പെട്ടി എവിടെയെങ്കിലും ഉണ്ടാക്കിയിട്ട് അത് എഴുതി വെക്കുക. എന്നിട്ട് അതൊന്ന് വെട്ടിക്കളയാം. ക്ലിയർ ആണല്ലോ? ശരി. അപ്പോൾ അത് നിങ്ങൾ എന്ത് ചെയ്യണം, റീഡിംഗ് സെക്ഷൻ ആദ്യം തന്നെ തീർക്കുക. ഇതാണ് ഏറ്റവും ബെസ്റ്റ് പരിപാടി. ഓക്കെ, ഇനി ഗ്രാമറിലേക്ക് പോകരുത്. ഇനി നമ്മൾ ഏറ്റവും മാർക്ക് ഉണ്ടാക്കാൻ പോകുന്ന സെക്ഷനാണ്, അതായത് നമ്മുടെ റൈറ്റിംഗ് സെക്ഷൻ, ഡിസ്കോഴ്സുകളുള്ള സെക്ഷൻ. അത് ഇനി നിങ്ങൾ ഒരു 20 മിനിറ്റ് മുതൽ 1.5 മണിക്കൂർ, പരീക്ഷ 2.5 മണിക്കൂറാണ് ഞാൻ പറഞ്ഞു, ആ 2.5 മണിക്കൂറിൽ 1.5 മണിക്കൂർ വരെ നിങ്ങൾ കംപ്ലീറ്റ് റൈറ്റിംഗ് സെക്ഷൻ തീർക്കുക. അത് ആ സമയത്തിനുള്ളിൽ തീർക്കണം. ഓക്കെ, അപ്പൊ അത് തീർക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ആലോചിക്കാം. അതായത് ഓരോ ചോദ്യത്തിനും ഞാൻ എത്ര മാർക്ക്, എത്ര സമയം, ഇത് 10 ഞാനൊക്കെ പണ്ട് പരീക്ഷയിൽ അങ്ങനെയൊന്നും ചെയ്യാം. ഇതിന് ഞാനൊരു 10 മിനിറ്റേ വെക്കുള്ളൂ, അല്ലെ 15 മിനിറ്റ് വെക്കും. ഇതിന് ഞാനൊരു 10 മിനിറ്റ് എഴുതാൻ പറ്റുള്ളൂ. ഇതിന് ഞാൻ 15 മിനിറ്റ് എഴുതും. മറ്റേന് ഞാൻ ഇത് ഞാൻ ചെയ്തല്ലോ ഓൾറെഡി. അടുത്ത വേറെ എന്തൊക്കെയാണുള്ളത്? ഇതിന് ഞാനൊരു 5 മിനിറ്റ്, ഇത് 5 മിനിറ്റ്, ഇത് 3 മിനിറ്റ്, ഇത് 5 മിനിറ്റ്. അങ്ങനെയൊക്കെ നിങ്ങൾ എഴുതി വെക്കണം എന്നൊന്നുമില്ല. ഒരു മനസ്സിലൊരു ധാരണ ഉണ്ടാക്കി നിങ്ങൾക്ക് ചെയ്യാം. അല്ല, അതിന്റെ ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്ക് മൊത്തത്തിലൊരു ഐഡിയ ഉണ്ടാവുമല്ലോ, 1.5 മണിക്കൂർ കൊണ്ട് തീർക്കണം, ഇത്രയും ചോദ്യങ്ങളാണ് ബാക്കിയുള്ള എന്ന് മനസ്സിലാക്കി നിങ്ങൾക്ക് ആ ഒരു ധാരണയിൽ പോവുകയും ചെയ്യാം. അത് മതി, കുഴപ്പമൊന്നുമില്ല, പ്രശ്നമൊന്നുമില്ല. പക്ഷെ നിങ്ങൾക്ക് ഉണ്ടാവേണ്ട ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു ധാരണ, 1.5 മണിക്കൂർ ആകുമ്പോഴത്തേക്കും, പരീക്ഷ തുടങ്ങി 1.5 മണിക്കൂർ ആകുമ്പോഴത്തേക്കും നിങ്ങൾ റൈറ്റിംഗ് സെക്ഷൻ തീർത്തിരിക്കണം. ഇനി എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ അതിന് സ്ഥലം വിടുക, അവിടെ സ്റ്റക്കായി നിൽക്കാൻ പാടില്ല. റൈറ്റിംഗ് സെക്ഷൻ തീർക്കണം. ഇനി റൈറ്റിംഗ് സെക്ഷൻ തീർന്നില്ലെങ്കിലോ നിങ്ങൾ അതിന് സ്ഥലം വിട്ട് അവിടെ വെക്കുക, ഒരു കുഴപ്പമില്ല. ഓക്കെ, ചിലപ്പോൾ നിങ്ങൾ 1.5 മണിക്കൂറിന് വരാം 1:20 മിനിറ്റ് എടുത്തിട്ടുണ്ടാവുള്ളൂ. 10 മിനിറ്റ് ലാഭിക്കാം, 10 മിനിറ്റ് പിന്നീട് അവസാനം നമുക്ക് ഉപയോഗിച്ചാൽ മതിയല്ലോ. അങ്ങനെ ഏതാണ്ട് 1.5 മണിക്കൂറിൽ റൈറ്റിംഗ് സെക്ഷൻ നമ്മൾ തീർക്കും. എന്നിട്ട് 1:30 മുതൽ 1:40 മിനിറ്റ് ഒരു 10 മിനിറ്റ് ഉണ്ടാവും ഗ്രാമർ ചെയ്യാൻ, അത്രയും മതി. ഇനി കൂടിപ്പോയാലും ഒരു 15 മിനിറ്റ്. കാരണം ഗ്രാമർ ഇങ്ങനെ കുഞ്ഞു ചോദ്യങ്ങളായിരിക്കും, വലിയ ചോദ്യങ്ങളൊന്നും നോക്കിയേ. ഇങ്ങനെ ഗ്രാമർ ചോദ്യങ്ങളൊക്കെ ഉണ്ടാവും. ഇത് ഇവിടെ ഒന്നും ഗ്രാമറില്ലേ, പോട്ടെ. കോൺവെർസേഷൻ ഗ്രാമറിൽ ഞാൻ കൂട്ടുന്നില്ല, ഡിസ്കോഴ്സിലാണ് കൂട്ടുന്നത്. ഇതാ ജസ്റ്റ് ഫില്ല് ചെയ്ത് കൊടുക്കാനുള്ള ചോദ്യങ്ങളൊക്കെ ഉണ്ടാവില്ല, അല്ല വലിയ ചോദ്യങ്ങളുണ്ട്, ഫില്ല് ചെയ്ത് കൊടുക്കാനുള്ള ചോദ്യങ്ങൾ. കോൺവെർസേഷൻ വേണം ഗ്രാമറിൽ ചേർക്കാൻ നിങ്ങൾക്ക്, അല്ല ഞാൻ ഡിസ്കോഴ്സിലാണ് കൂട്ടിയിരിക്കുന്നത്. ഇത് ഗ്രാമർ ക്ലിയർ, ജസ്റ്റ് വേഗമേ ചെയ്യാവുന്നുള്ളൂ. 15 മിനിറ്റ് എടുക്കുള്ളൂ മാക്സിമം, മാക്സ്. എന്നിട്ട് അവസാനത്തെ സമയം നിങ്ങൾ എന്ത് ചെയ്യണം, അതായത് 1:45, ഏതാണ്ട് 1:45 മുതൽ 2.25 മണിക്കൂർ, ഒരു 1/2 മണിക്കൂർ എക്സ്ട്രാ കിട്ടും. നിങ്ങൾ റീഡിംഗ് പാസേജിൽ നിങ്ങൾ എഴുതി തീർക്കാത്ത ചോദ്യങ്ങളുണ്ടാവും, അത് എഴുതി തീർക്കുക. റൈറ്റിംഗ് സെക്ഷനിൽ എഴുതി തീർക്കാത്ത ചോദ്യങ്ങൾ എഴുതി തീർക്കുക. ഗ്രാമർ സെക്ഷനിൽ എഴുതി തീർക്കാത്ത ചോദ്യങ്ങളുണ്ട്, അതൊക്കെ നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. ക്വസ്റ്റ്യൻ ആൻസർ പേപ്പറിൽ തന്നെ നോട്ട് ചെയ്ത് വെച്ചാൽ എവിടെയും അവസാനം. ഓക്കെ, അതൊക്കെ ഇങ്ങനെ ക്രോസ് ചെയ്ത് ആൻസർ കൊടുക്കുന്നതോറും ക്രോസ് ചെയ്ത് പോകുക. 1/2 മണിക്കൂർ നിങ്ങൾ എന്ത് ചെയ്യുക, തീർക്കാത്ത കാര്യങ്ങൾ തീർക്കുക. അവസാനത്തെ 15 മിനിറ്റ് കിട്ടിയാൽ ചെക്ക് ചെയ്യുക, ആൻസേഴ്സ് ഒക്കെ എഴുതിയ ചെക്ക് ചെയ്യുക. പ്രത്യേകിച്ച് ഗ്രാമറൊക്കെ ചെക്ക് ചെയ്യുക. റൈറ്റിംഗ് സെക്ഷൻ ഒന്നും വലിയ ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് എന്താണ് ഫോർമാറ്റുകളൊക്കെ കറക്റ്റ് ആണോ, എല്ലാം കറക്റ്റ് ആണോ നോക്കിയാൽ എല്ലാം ഇങ്ങനെ വായിച്ച് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടോയെന്ന് ചെക്ക് ചെയ്യാൻ സമയമുണ്ട്, ചെക്ക് ചെയ്തോ. പക്ഷെ അതിനേക്കാൾ മുൻപ് ചെക്ക് ചെയ്യേണ്ട റീഡിംഗ് സെക്ഷനിൽ ആൻസർ കൊടുത്ത് ശരിയാണോ ചെക്ക് ചെയ്യണം, ഗ്രാമറിൽ ആൻസർ കൊടുത്ത് ശരിയാണോ ചെക്ക് ചെയ്യണം, ഫോർമാറ്റുകൾ ചെക്ക് ചെയ്യണം. അതിനുശേഷം നിങ്ങൾ എഴുതി വെച്ചിരിക്കുന്ന ഇങ്ങനെ ഡീറ്റെയിൽഡ് ആയിട്ട് വായിച്ചു നോക്കാൻ സമയം പിന്നെയും കിട്ടുകയാണെങ്കിൽ നിങ്ങൾ വായിച്ചു നോക്കുക. ഇത്രയും കാര്യങ്ങൾ ചെയ്യേണ്ടത്. ഒരു കാര്യം കൂടെ, എല്ലാ ചോദ്യത്തിനും ആൻസർ കൊടുത്തിട്ടുണ്ടോന്നും കൂടി ചെക്ക് ചെയ്യണം. ഓക്കെ, ഓർ ക്വസ്റ്റ്യൻ ഒക്കെ കറക്റ്റ് ആയിട്ടാണ് ആൻസർ കൊടുത്തതെന്നും കൂടി ചെക്ക് ചെയ്യുക. എല്ലാ ചോദ്യങ്ങൾക്ക് അവസാനം വരെ ആൻസർ കൊടുത്തിട്ടുണ്ടോന്നും കൂടി ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ പരിപാടി സെറ്റ്. ഈ രീതിയിലാണ് നിങ്ങൾ ടൈം മാനേജ്മെന്റ് ചെയ്യേണ്ടത്. ഇനി എല്ലാവരും ഉണ്ടാക്കാൻ പോകുന്ന ഒരു മിസ്റ്റേക്ക് ആയിരിക്കും. അതായത് എന്താണ് മിസ്റ്റേക്ക് ഞാൻ പറഞ്ഞുതരാം. ഇതാണ് എല്ലാവരും ചെയ്യാൻ പോകുന്ന പ്രശ്നം. പ്രിപ്പയർ എ ലൈക്ലി സ്പീച്ച്. എത്ര മാർക്കിനാണ് ചോദിച്ചിരിക്കുന്നത്?
6 മാർക്കിന് ചോദിച്ച ചോദ്യമാണ്. ഈ 6 മാർക്ക് ചോദ്യത്തിന് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യും? സ്പീച്ച് ഉണ്ടാക്കണം, അടിപൊളി സ്പീച്ച് ഉണ്ടാക്കാൻ വേണ്ടി പ്ലാൻ ചെയ്യും. അപ്പൊ എല്ലാവരും പോയിന്റ് ഒക്കെ എഴുതി വെക്കുമായിരിക്കില്ല, സൈഡിൽ നിങ്ങളൊക്കെ എഴുതി വെക്കുന്ന വിചാരിക്കുന്നത് പോയിന്റ് ഇങ്ങനെ സ്പീച്ചിൽ ഇങ്ങനെ പറയണമെന്ന് ആലോചിച്ച് ഇങ്ങനെ പോയിന്റ് ഇങ്ങനെ വെച്ച് ഇങ്ങനെ ആലോചിച്ചോണ്ടിരിക്കും. മറ്റേ പറയാം, ഇങ്ങനെ തുടങ്ങാം, അങ്ങനെ ഒരു കോട്ട് ഒരു ഡയലോഗ് വെച്ച് തുടങ്ങിയാലോ, ഗാന്ധിജിനെ ഡയലോഗ് വെച്ച് തുടങ്ങാം, അങ്ങനെ കുറേ നേരം ആലോചിച്ചിരിക്കും. എന്നിട്ടൊക്കെ സ്പീച്ച് എഴുതുള്ളൂ. അങ്ങനെ എഴുതി വരുമ്പോഴത്തേക്കും 20 മിനിറ്റോ അരമണിക്കൂറൊക്കെ പോകും. 20 മിനിറ്റ് പോയാൽ തന്നെ തീർന്നു. 6 മാർക്കിന് ചോദ്യം 20 മിനിറ്റ് പോയാൽ തീർന്നു. പിന്നെ ബാക്കിയുള്ള ചോദ്യങ്ങൾക്ക് ആരും ഉത്തരം കൊടുക്കും? ഇത് മണ്ടത്തരാണ്. പെട്ടെന്ന് എഴുതി തീർക്കുക, പോയിന്റ്സ് കൊടുത്തിട്ട്. നിങ്ങളുടെ പോയിന്റ്സിനൊന്നല്ല മാർക്ക് കിട്ടാൻ പോകുന്നത്, നിങ്ങൾ ആ സ്പീച്ചിന്റെ ഫോർമാറ്റുകളൊക്കെ കൃത്യമായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട്. സാല്യൂട്ടേഷൻ വേണം അല്ലേ, അതിന്റെ പ്രത്യേക രീതി നിങ്ങൾക്ക് അറിയാലോ, ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് അതിന് വേണ്ടി. സാല്യൂട്ടേഷൻ വേണം, ഇൻട്രൊഡക്ഷൻ വേണം, കണ്ടന്റ് വേണം, കൺക്ലൂഷൻ വേണം. ഇത്രയും കാര്യങ്ങൾ മതി. പിന്നെ അതിൽ നിങ്ങൾ അത്യാവശ്യം ഒരു ലോജിക്കലായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, പോയിന്റ്സ് കൊടുക്കുക. അല്ലാണ്ട് നിങ്ങളുടെ പോയിന്റ്സ് കൊടുത്ത് ആ പോയിന്റ്സിന്റെ ഫിലോസഫി വെച്ചിട്ടൊന്നല്ല നിങ്ങൾക്ക് മാർക്ക് കിട്ടാൻ പോകുന്നത്. അവിടെ വേഗം പരിപാടി തീർത്തില്ലെങ്കിൽ പ്രശ്നമാവും. ഓക്കെ, ഇനി തീരെ നിങ്ങൾക്ക് ഐഡിയാസ് കിട്ടുന്നില്ല, ഓക്കെ, പാരഗ്രാഫ് എനിക്ക് ഒന്നും അറിയില്ല, ഐഡിയാസ് ഒന്നും കിട്ടുന്നില്ല, വിടോ, അവിടെ വിട്. ഇതൊരു ബാക്കി ചോദ്യങ്ങൾ കിടപ്പില്ലേ, അപ്പോൾ ഉത്തരം കൊടുക്കുക. എന്തിന് തിരിച്ചു വരാൻ നമുക്ക് ഇവിടെ. അപ്പോഴത്തേക്ക് മനസ്സ് സ്വന്തമായിട്ട് എന്തെങ്കിലും ആലോചിച്ച് ഉണ്ടാക്കി എടുക്കും. കാരണം അൺകോൺഷ്യസ് മൈൻഡ്, സബ് കോൺഷ്യസ് മൈൻഡിൽ ഇങ്ങനെ കിടക്കും സാധനം. അത് എന്തെങ്കിലുമൊക്കെ ഐഡിയാസ് തരും. ആക്ച്വലി സംഭവിക്കുന്ന സയന്റിഫിക് കാര്യമാണ്, വെറുതെ ഞാൻ പറ്റിക്കാൻ പറയുന്ന കാര്യമൊന്നുമല്ല. അപ്പൊ അത് ചെയ്യാം. അപ്പൊ ആ മണ്ടത്തരം കാണിക്കരുത്. അപ്പൊ അത് അവിടെയാണ് സമയം പോകുന്നത്, അവിടെ സമയം തീരും. അപ്പൊ ആ മണ്ടത്തരം കൂടി കാണിക്കാതിരുന്നാൽ, ബേസിക്കലി കുറെ മണ്ടത്തരങ്ങൾ കാണിക്കാതിരുന്നാൽ ഒരു ബുദ്ധിമുട്ടില്ല. അപ്പൊ ഇതാണ് എന്റെ പ്ലാൻ, ഞാൻ നിങ്ങൾക്ക് തരാൻ പോകുന്ന പ്ലാൻ. ഇതിൽ നിങ്ങൾക്ക് നിങ്ങളുടെ രീതിയിൽ എന്ത് ചെയ്യാം, കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്താം. ഓക്കെ, എന്നിട്ട് പറ്റുന്ന അത്രയും ഓർഡറിൽ എഴുതാൻ നോക്കുക. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞത് വെച്ച് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആക്ച്വലി ഓർഡറിൽ എഴുതാൻ സാധിക്കും. നിങ്ങൾ അതിനുള്ള സ്ഥലം വിട്ടാൽ മതി. ഇനി ഓർഡറിൽ എഴുതാൻ പറ്റുന്നില്ല, ഓർഡർ തെറ്റിച്ചാണെങ്കിൽ അതിനൊരു പാറ്റേൺ വേണം. അത് 1 2 3 4 ഇങ്ങനെയൊക്കെ എഴുതിക്കോ, ഒരു കുഴപ്പമില്ല. 1 2 3 4 5 ഇതൊക്കെ ഒരുമിച്ച് എഴുതാൻ പറ്റും. 6 7 8 അതൊക്കെ ഒരുമിച്ച് എഴുതാൻ പറ്റുന്നതാണ്. 10 വേണമെങ്കിൽ സ്ഥലം വിടാം. പിന്നെ ഈ 11 ഇത് 12 എനിക്ക് ഇവിടെ എഴുതാൻ, എനിക്ക് 13 എഴുതണം. ഓക്കെ, എഴുതി 13. പക്ഷെ ഇതൊക്കെ അടുപ്പിച്ച് എഴുതാം. എന്നിട്ട് 14 11 12 അത് രണ്ടും എഴുതണമെങ്കിൽ, എഴുതാനില്ല അവിടെ, എന്നാലും എഴുതണമെങ്കിൽ 11 12 എന്ത് ചെയ്യാം നിങ്ങൾക്ക്. ഇനി 1 എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾക്ക് വേണം അടുത്തെടുത്ത് എഴുതാം. അല്ലാണ്ട് എന്ത് ചെയ്യരുത്, 13 പിന്നെ 12 11 പിന്നെ 14 15 പിന്നെ 6 അങ്ങനെ ഒരു പാറ്റേൺ ഇല്ലാണ്ട് എഴുതുക. ഒരു സെക്ഷൻ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരുമിച്ച് എഴുതാൻ മാക്സിമം ട്രൈ ചെയ്യുക. ഓക്കെ, അപ്പം ഈ 18 19 20 ആൻസർ ഇനി 2, അപ്പോൾ 2 ഒരുമിച്ച്, അത് 2 ഒരുമിച്ച് എഴുതാം നമുക്ക്. ആ സെക്ഷൻ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ക്വസ്റ്റ്യൻ 18 20 ഒരുമിച്ച് എഴുതാം നമുക്ക്. ക്വസ്റ്റ്യൻ 21 25 അത് ഒരുമിച്ച് എഴുതാം നമുക്ക്. അതെങ്കിലും നിങ്ങളൊന്ന് ഫോളോ ചെയ്യണം. ഓക്കെ, നിങ്ങൾ അങ്ങനെ ഓർഡർ തെറ്റ് ചെയ്താൽ പ്ലാനെങ്കിൽ അതെങ്കിലും ഒന്ന് ഫോളോ ചെയ്യാം. ഇനി അത് ഫോളോ ചെയ്തില്ല സോർ മാർക്ക് കൊട്ടിയോ അങ്ങനെയൊന്നും ഇല്ല. പക്ഷെ കറക്റ്റ് ചെയ്യുന്ന ടീച്ചറിനെ വെറുതെ ബുദ്ധിമുട്ടിച്ചാൽ കറക്റ്റ് ചെയ്യുന്ന ടീച്ചറിനെ വെറുപ്പിക്കലോ. എല്ലാവരും മനുഷ്യന്മാരാണ് ആഫ്റ്റർ ഓൾ. അപ്പോൾ അവരിങ്ങനെ വെറുപ്പിക്കലായാലും നിങ്ങളുടെ ആൻസറും കൂടെ മോശമാണെങ്കിൽ മാർക്ക് കുറയ്ക്കാൻ കുറച്ചുകൂടി തോന്നും. ഓക്കെ, അങ്ങനെ കുറയ്ക്കണമെന്നില്ല, തോന്നും. എല്ലാവരും മനുഷ്യന്മാരായ അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ. ആ ഒരു കാര്യം കൂടെ മനസ്സിൽ വെക്കുക. അപ്പോൾ ഇത്രയാണ് ടൈം മാനേജ്മെന്റ് കാര്യങ്ങൾ. നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഇനി മണ്ടത്തരൊന്നും കാണിക്കരുത്. ഇതിന്റെ കുറച്ച് ഇമ്പോർട്ടൻറ്റ് ഞാൻ പറയുന്ന ടിപ്സ് ആണ്. ബിഫോർ സ്റ്റാർട്ടിങ് ജോട്ട് ഡൗൺ കീ പോയിന്റ്സ്. ഓൾറെഡി ഞാൻ പറഞ്ഞ സ്പീച്ച് എഴുതുമ്പോഴും റൈറ്റപ്പ് എഴുതുമ്പോഴും നാരേറ്റീവ് എഴുതുന്നതിന് മുമ്പ് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ഒക്കെ സൈഡിൽ എവിടെയും നോട്ട് ചെയ്ത് വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാം. അതിന് പക്ഷേ കുറേ സമയം കളയരുത്. പെട്ടെന്ന് നോട്ട് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യുക. പെട്ടെന്ന് വരുന്ന ഐഡിയാസ് മാത്രം മതി, ഭയങ്കര ഐഡിയാസ് ഒന്നും വേണ്ട. തീരെ ഐഡിയാസ് കിട്ടുന്ന സ്ഥലം നിങ്ങൾ എന്ത് ചെയ്യുക, കാര്യം വിട്ടിട്ട് തിരിച്ചു വരിക. ഡോണ്ട് വേസ്റ്റ് മോർ ദാൻ 5 minutes തിങ്കിങ്. 5 മിനിറ്റിൽ കൂടുതൽ ഒരു ആൻസറിൽ നിങ്ങൾ ചിന്തിച്ച് സമയം കളയാൻ പാടില്ല. അപ്പോഴത്തേക്കും എന്ത് ചെയ്യണം, സ്റ്റാർട്ട് ചെയ്തിരിക്കണം. അതിലൊരു സംശയമില്ല. ഫോർ ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻസ്, ഭയങ്കര ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ പറഞ്ഞ പോലെ, അപ്പം സ്ഥലം വിടുക. നിങ്ങളുടെ മൈൻഡിൽ ആ ചോദ്യം കിടക്കും. ചോദ്യം വായിക്കുക. ചോദ്യം വായിച്ചിട്ട് കൃത്യമായിട്ട് മനസ്സിലാക്കി സ്ഥലം വിടുക. നിങ്ങളുടെ മൈൻഡിൽ ആ കിടന്നിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഐഡിയാസ് മൈൻഡ് തന്നിരിക്കും. ഓക്കെ, അപ്പോൾ ഈ ടിപ്സും കൂടി ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കുക. ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ പ്ലേലിസ്റ്റ് സെക്ഷനിൽ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ടുണ്ട്. ഓരോ ഫോർമാറ്റുകളും ഗ്രാമർ സെക്ഷനിലൊക്കെ കൃത്യമായിട്ടുണ്ട്. അത് ഇതുവരെയായിട്ട് കണ്ടിട്ടില്ലെങ്കിൽ പോയി കാണാം. നന്നായിട്ട് എക്സാം ഒക്കെ എഴുതുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാവാത്ത രീതിയിലായിരിക്കും എക്സാം ഉണ്ടാകാൻ പോകുന്നത്. ക്വസ്റ്റ്യൻ പേപ്പർ എന്തായാലും എളുപ്പമായിരിക്കും. ഈ വീഡിയോയും കൂടെ കണ്ട് ഇതിലെ കാര്യങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യുന്നതോടെ ടൈം മാനേജ്മെന്റിൽ ആർക്കും കുഴപ്പം വരാൻ പോകുന്നില്ല എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഒരു കുഴപ്പം വരില്ല. നിങ്ങൾ കൃത്യമായി ഞാൻ പറഞ്ഞ പോലെ ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ ആരും പരീക്ഷ കഴിഞ്ഞിട്ട് സാർ സമയമില്ലായിരുന്നു, പേപ്പർ എളുപ്പമായിരുന്നു, സമയമില്ലായിരുന്നു എന്ന് പറഞ്ഞുള്ള ഒരു എക്സ്ക്യൂസ് ഇനി പറയാൻ ഞാൻ അനുവദിക്കില്ല. ഓക്കെ, അപ്പോൾ ഓൾ ദി ബെസ്റ്റ് എവരിവൺ. അടിപൊളിയായിട്ട് പോയി പരീക്ഷ എഴുതുക. സിമ്പിൾ പേപ്പർ ആയിരിക്കും, നമ്മൾ പഠിച്ചു തന്നെയായിരിക്കും വരാൻ പോകുന്നത്. ഈ പറഞ്ഞ കാര്യങ്ങളും കൂടി ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഫുൾ മാർക്കും A+ ആയിരിക്കും കിട്ടാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. എൻ്റെ എല്ലാവിധ ആശംസകളും നിങ്ങളുടെ കൂടെ ഉണ്ട്. പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് അടിച്ചു പൊളിച്ച് പരീക്ഷ എഴുതി തിരിച്ചു വരാം. ഓക്കെ, ബൈ ബൈ, ടേക്ക് കെയർ.